ആയിരത്തൊന്ന് രാവുകളിൽ ഷെഹരിയാർ രാജാവിനോട് ഷെഹ്റസേദ് അടുത്തു പറഞ്ഞ കഥ ഒരു മത്സ്യത്തൊഴിലാളിയുടേതായിരുന്നു. പ്രായം ചെന്ന ഒരു മത്സ്യത്തൊഴിലാളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഭാര്യയും 3 മക്കളും ഉണ്ടായിരുന്നു. ദരിദ്രനായിരുന്നെങ്കിലും എല്ലാ ദിവസവും കടലിൽ 4 പ്രാവശ്യത്തിൽ കൂടുതൽ വല എറിയാതിരിക്കുക എന്നത് അദ്ദേഹത്തിൻ്റെ പതിവായിരുന്നു. ഒരു ദിവസം ഉച്ച സമയത്ത് അദ്ദേഹം കടൽ തീരത്തേക്ക് പോയി. വലയെറിഞ്ഞു. അത് വെള്ളത്തിൽ നിശ്ചലമാകുന്നതുവരെ കാത്തിരുന്നു. പിന്നീട് അദ്ദേഹം അതിൻ്റെ ചരടുകൾ ഒരുമിച്ച് വലിച്ചപ്പോൾ അത് വളരെ ഭാരമുള്ളതായി കണ്ടെത്തി. അദ്ദേഹം വലിച്ചു. അദ്ദേഹത്തിന് അത് മുകളിലേക്ക് കയറ്റാനായില്ല. അതുകൊണ്ട് അദ്ദേഹം ചരടിൻ്റെ അറ്റമെടുത്ത് തീരത്ത് ഒരു കുറ്റിയടിച്ച് അതിൽ കെട്ടി. പിന്നെ വലയ്ക്ക് ചുറ്റും മുങ്ങി അത് മുങ്ങിയെടുക്കുന്നത് വരെ വലിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം അദ്ദേഹം സന്തോഷത്തോടെ വന്നു നോക്കിയപ്പോൾ വലയ്ക്കുള്ളിൽ ഒരു കഴുതയുടെ ശവമാണ് കണ്ടത്. അദ്ദേഹത്തിന് അതിയായ ദുഃഖമുണ്ടായി. അദ്ദേഹം ദൈവത്തിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ചത്ത കഴുതയിൽ നിന്ന് വല മോചിപ്പിച്ചു. അത് പിഴിഞ്ഞൊഴുക്കി. അതിനുശേഷം അത് വീണ്ടും കടലിലേക്ക് വിരിച്ചു. രണ്ടാമത്തെ തവണ അദ്ദേഹത്തിനെ നിരാശനാക്കിക്കൊണ്ട് ഒരു വലിയ പാത്രമാണ് വലയിൽ കുടുങ്ങിയത്. അതിങ്ങനെ ചെളി പുരണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അതും എടുത്തു കളഞ്ഞ് അദ്ദേഹം വീണ്ടും 3-ാമത്തെ തവണ ഒരിക്കൽ കൂടി വല വീശി. ഇത്തവണ പൊട്ടി ഉപയോഗശൂന്യമായ കുറേ പാത്രങ്ങളാണ് ആ വലയിൽ കുടുങ്ങിയത്. അദ്ദേഹത്തിൻ്റെ രീതി അനുസരിച്ച് ഇനി ഒരു തവണ കൂടിയേ വല വീശാനാവുകയുള്ളൂ. അതിനുശേഷം അദ്ദേഹം ആകാശത്തേക്ക് തല ഉയർത്തി, ദൈവമേ, എൻ്റെ വല ഞാൻ 4 പ്രാവശ്യത്തിൽ കൂടുതൽ എറിയുകയില്ല എന്ന് അങ്ങേക്കറിയാം. ഇപ്പോൾ ഞാനത് 3 പ്രാവശ്യം എറിഞ്ഞിരിക്കുന്നു. പിന്നീട് ദൈവത്തിൻ്റെ നാമത്തിൽ എന്ന് ആക്രോശിച്ചുകൊണ്ട് അദ്ദേഹം വല വീണ്ടും കടലിലേക്ക് എറിഞ്ഞു. അത് നിശ്ചലമാകുന്നതുവരെ കാത്തിരുന്നു. അത് മുകളിലേക്ക് വലിച്ചെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. കാരണം അത് അടിത്തട്ടിൽ പറ്റിപ്പിടിച്ചിരുന്നു. അദ്ദേഹം വീണ്ടും ദൈവത്തിനെ പ്രാർത്ഥിച്ചുകൊണ്ട് വസ്ത്രമൂരി വലയ്ക്ക് ചുറ്റും മുങ്ങി നോക്കി. അത് ഉയർത്തുന്നത് വരെ വലിച്ചു. ഇത്തവണ വലയിലുണ്ടായിരുന്നത് സുലൈമാൻ്റെ മുദ്രണം പതിപ്പിച്ച ഈയം കൊണ്ടുള്ള അടപ്പ് കൊണ്ട് വായ അടച്ചിരിക്കുന്നതുമായ ഒരു ചെമ്പ് കുപ്പിയായിരുന്നു. ഇത് കണ്ടപ്പോൾ മത്സ്യത്തൊഴിലാളി സന്തോഷിച്ചു. ഇത് ഞാൻ ചെമ്പ് ചന്തയിൽ വിൽക്കും. ഇതിന് 10 സ്വർണ്ണ നാണയങ്ങൾ വിലയുണ്ട്. അദ്ദേഹം അത് കുലുക്കി. അപ്പോൾ ഭാരമുള്ളതാണെന്ന് കണ്ടെത്തി. ഞാനിത് തുറന്ന് ഇതിലെന്താണെന്ന് കാണാം. അത് എൻ്റെ സഞ്ചിയിൽ സൂക്ഷിക്കാം. എന്നിട്ട് കുപ്പി ചെമ്പ് ചന്തയിൽ വിൽക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കത്തിയെടുത്ത് കുപ്പിയിൽ നിന്ന് ഈയം പുറത്തെടുക്കുന്നത് വരെ അത് കുത്തി നോക്കി. പിന്നെ കുപ്പി നിലത്ത് വെച്ച് അതിലെ ഉള്ളടക്കം പുറത്തേക്ക് ഒഴുകി വരാൻ കുലുക്കി. എന്നാൽ അതിൽ നിന്ന് പുകയല്ലാതെ മറ്റൊന്നും പുറത്തു വന്നില്ല. ആ പുക ആകാശത്തേക്ക് ഉയർന്നു. ഭൂമിയുടെ മുഖത്തുടനീളം വ്യാപിച്ചു. അദ്ദേഹം അത്യധികം ആശ്ചര്യപ്പെട്ടു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ പുക ഒന്നുകൂടി ഘനീഭവിച്ചു. പിന്നെ ഇളകി. അതൊരു ജിന്നായി മാറി. അതിൻ്റെ തല മേഘങ്ങളിലായിരുന്നു. അതേസമയം അതിൻ്റെ കാലുകൾ നിലത്ത് നിന്നു. അതിൻ്റെ കൈകാലുകൾ കൊടിമരങ്ങൾ പോലെയായിരുന്നു. വായയാണെങ്കിൽ ഒരു ഗുഹ പോലെ. അതിൻ്റെ പല്ലുകൾ കല്ലുകൾ പോലെ. മത്സ്യത്തൊഴിലാളി ഈ ജിന്നിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ പേശികൾ വിറച്ചു. പല്ലുകൾ കൂട്ടിയിടിച്ചു. ഉമിനീർ ഉണങ്ങിപ്പോയി. ജിന്ന് അദ്ദേഹത്തെ കണ്ടയുടനെ ആക്രോശിച്ചു. 1800 വർഷങ്ങൾക്ക് മുൻപ് സുലൈമാൻ എന്നെ അടച്ചതാണ് ഇതിനകത്ത്. ഞാൻ ഉടനെ തന്നെ നിനക്ക് ഏറ്റവും ക്രൂരമായ മരണം തരും. ആ മുക്കുവൻ അത് കേട്ട് ഞെട്ടിപ്പോയി. നിന്നെ ഈ കടലിൻ്റെ അടിത്തട്ടിൽ നിന്ന് രക്ഷിച്ചതിന് ഇങ്ങനെയാണോ എനിക്ക് പ്രത്യുപകാരം തരുന്നത്? അത് കേൾക്കാത്ത ഭാവത്തിൽ ജിന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, നീ എങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. എന്താണ് എൻ്റെ കുറ്റം? മത്സ്യത്തൊഴിലാളി വീണ്ടും ചോദിച്ചു. നിന്നിൽ നിന്ന് എനിക്ക് എന്താണ് ഇങ്ങനെയൊരു പ്രതിഫലം കിട്ടുന്നത്? എന്നാൽ ശരി, എൻ്റെ കഥ കേൾക്കൂ എന്ന് ജിന്നു പറഞ്ഞു. ഞാൻ പാഷണ്ഡികളായ ജിന്നുകളിൽ ഒരാളാണ്. ഞാൻ ദാവൂദിൻ്റെ മകനായ സുലൈമാനോട് മത്സരിച്ചു. സുലൈമാൻ എൻ്റെ അടുത്തേക്ക് തൻ്റെ വസീർ ബർഖയുടെ മകനായ ആസഫിനെ അയച്ചു. അദ്ദേഹം ബലമായി എൻ്റെ മേൽ വന്ന് എന്നെ ചങ്ങലയിൽ ബന്ധിച്ച് അവിടേക്ക് കൊണ്ടുപോയി. അവൻ്റെ മുമ്പാകെ എന്നെ കൊണ്ടുവന്നു വെച്ചു. സുലൈമാൻ എന്നെ കണ്ടപ്പോൾ എനിക്കെതിരെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴടങ്ങാൻ എന്നോട് ഉപദേശിച്ചു. എന്നാൽ ഞാൻ വിസമ്മതിച്ചു. അതിനുശേഷം അദ്ദേഹം ഈ കുപ്പി വരുത്തി എന്നെ അതിൽ അടച്ചു. ഈയമടപ്പ് കൊണ്ട് എന്നെ അടച്ചു. അത് മുദ്രണം ചെയ്തു. പിന്നീട് അദ്ദേഹം ജിന്നുകൾക്ക് കൽപ്പന നൽകി. അവർ എന്നെ ചുമന്നുകൊണ്ടുപോയി കടലിൻ്റെ മധ്യത്തിൽ എറിഞ്ഞു. അവിടെ ഞാൻ 100 വർഷം കിടന്നു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അവനെ എന്നേക്കും സമ്പന്നനാക്കും. എന്നാൽ 100 വർഷം കടന്നുപോയി. ആരും എന്നെ മോചിപ്പിച്ചില്ല.
അടുത്ത 100 വർഷം ഞാൻ പിന്നും കാത്തിരുന്നു. ആ സമയത്ത് എന്നെ ആരെങ്കിലും മോചിപ്പിച്ചാൽ ഞാൻ അവന് ഭൂമിയുടെ നിധികൾ തുറന്നു കൊടുക്കും എന്ന് പ്രതിജ്ഞയെടുത്തിരുന്നു. എന്നാൽ ആരും അങ്ങനെ ചെയ്തില്ല. 400 വർഷം കൂടി എൻ്റെ മേൽ കടന്നുപോയി. ഞാൻ പറഞ്ഞു, ആരെങ്കിലും എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അവനു വേണ്ടി 3 ആഗ്രഹങ്ങൾ നിറവേറ്റും. എന്നിട്ടും ആരും എന്നെ മോചിപ്പിച്ചില്ല. പിന്നീട് ഞാൻ ഉഗ്രകോപത്തിലായി. എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ആരെങ്കിലും ഇപ്പോൾ എന്നെ മോചിപ്പിച്ചാൽ ഞാൻ അവനെ കൊല്ലും. അവനെ എങ്ങനെയാണ് മരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് തിരഞ്ഞെടുക്കാൻ മാത്രമേ ഞാൻ അനുവദിക്കൂ. ഇതാ, ഇപ്പോൾ നീ എന്നെ മോചിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മരണരീതി തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകാം. ആ മുക്കുവൻ ജിന്നിൻ്റെ കഥ കേട്ട് ഞെട്ടിപ്പോയി. ഇങ്ങനൊരു കാലഘട്ടത്താണോ ഞാൻ നിന്നെ മോചിപ്പിച്ചത്? നിനക്ക് അല്പമെങ്കിലും എന്നോട് ദയയുണ്ടാവണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. നീ എന്നോട് ക്ഷമിച്ച് എന്നെ എങ്ങനെയെങ്കിലും ജീവനോടെ പോകാൻ അനുവദിക്കണം. എന്നാൽ മുക്കുവൻ്റെ ഒരു അപേക്ഷയും ജിന്ന് കൈക്കൊണ്ടില്ല. ആകെ മരിക്കാനുള്ള വഴി തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രം ആ ജിന്ന് ആ മുക്കുവന് അനുവദിച്ചു കൊടുത്തു. അവസാനം മുക്കുവൻ ഒന്ന് ആലോചിച്ചു. എന്നിട്ട് പെട്ടെന്ന് ജിന്നിൻ്റെ മുഖത്തു നോക്കി പറഞ്ഞു, ഇത്രയും വലിപ്പമുള്ള നീ എങ്ങനെയാണ് ഈ കുടത്തിലെത്തിയത്? 1800 വർഷങ്ങളോളം നീ ഇതിനകത്തായിരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. നീ നുണ പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ വെറുതെ എന്നെ കൊല്ലാൻ വേണ്ടി കള്ളക്കഥയുണ്ടാക്കി പറയുന്നതല്ല എന്ന് ഞാൻ എങ്ങനെ തിരിച്ചറിയും? മുക്കുവൻ ജിന്നിനോട് ചോദിച്ചു. ശരി, നിനക്ക് അതല്ലേ സംശയം? ഞാൻ കള്ളം പറയാറില്ല. ഇതാ കണ്ടോ എന്ന് പറഞ്ഞ് ജിന്ന് വീണ്ടും തന്നെ ധൂമമാക്കി മാറ്റിയിട്ട് ആ കുപ്പിയിലേക്ക് കടന്നുകൂടി. മുക്കുവൻ ഒരല്പം പോലും സമയം പാഴാക്കാതെ മുദ്രണം ചെയ്ത ആ അടപ്പ് വെച്ച് ആ കുപ്പി അടച്ചെടുത്തു. ജിന്ന് അതിനകത്ത് പെട്ടുപോയി. അദ്ദേഹം സമാധാനത്തോടെ ജിന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വീണ്ടും ഉടനെ കടലിലേക്ക് എറിയും. എന്നിട്ട് ഈ സ്ഥലത്ത് ഞാനൊരു വീട് പണിയും. ആരെങ്കിലും ഇവിടെ വന്നാൽ ഈ സ്ഥലത്ത് മത്സ്യബന്ധനം ചെയ്യുന്നതിൽ നിന്ന് ഞാൻ അവരെ തടയും. എന്നിട്ട് അവരോട് പറയും, ഇവിടെ ഒരു ജിന്നുണ്ട്. അവനെ മോചിപ്പിച്ചാൽ മരണം തീർച്ചയാണെന്ന്. മുക്കുവൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ജിൻ ആ കുപ്പിക്കുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷേ സുലൈമാൻ്റെ മുദ്രയുള്ള അടപ്പുകൊണ്ട് അടച്ചു വച്ചിരിക്കുന്നതിനാൽ ജിന്നിന് രക്ഷപ്പെടാനായില്ല. ഞാൻ നിന്നെ കടലിലേക്ക് എറിയും. നീ അവിടെ 1800 വർഷമായിരുന്നു ഇത്രയും കാലം നിന്നതെങ്കിൽ ഇനി നീ വിധിദിനം വരെ അവിടെ തന്നെ തുടരും. എന്നെ ഒഴിവാക്കൂ, ദൈവം നിന്നെ രക്ഷിക്കട്ടെ എന്ന് ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞു. പക്ഷെ നീ എൻ്റെ അപേക്ഷ നിരസിച്ചു. അതുകൊണ്ട് തന്നെ നീ ഇതിനകത്ത് തന്നെ വീണ്ടും എത്തപ്പെട്ടു. ഇത്തവണ കുപ്പിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ജിന്ന് മുക്കുവനോട് അവന് ലോകത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും തരാം എന്ന് പറയുന്നു. പക്ഷേ മുക്കുവൻ അത് വിശ്വസിച്ചില്ല. നീ കള്ളം പറയുന്നു. ഞാനും നീയും രാജാവ് യുനാൻ്റെ വസീറിനെയും ജ്ഞാനിയായ ദുബാനെയും പോലെയാണ്. അതെന്താണ് എന്ന് ജിന്ന് തിരക്കിയപ്പോൾ രാജാവ് യൂനാൻ്റെ വസീറിൻ്റെയും ജ്ഞാനിയായ ദൂബാൻ്റെയും കഥ പറയാമെന്ന് മുക്കുവൻ ജിന്നിനോട് പറയുന്നു. ആ കഥയാണ് അടുത്ത ഭാഗത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കഥയിൽ നല്ലവരെ സഹായിക്കാൻ ദൈവം മാർഗങ്ങൾ കണ്ടെത്തുമെന്നും മത്സ്യത്തൊഴിലാളി ദരിദ്രനും നിസ്സഹായനുമായിരുന്ന സമയത്ത് ദൈവം അദ്ദേഹത്തിന് ബുദ്ധി നൽകി രക്ഷപ്പെടാൻ സഹായിച്ചതാണെന്നും ഷെഹ്റസേദ് ഷെഹ്രിയാറോട് പറയുന്നു.